ഒരു 3 സിനിമ ഇറങ്ങിയിട്ടുള്ള 3 സിനിമയാണ്. കാരണം ഒന്ന് ബാലൻ, ഒന്ന് അനന്തങ്കാട്, പിന്നെ OTT ആമസോണിൽ കിടക്കുന്ന ഭീഷ്മ. ആ ഭീഷ്മറിന് ഒരു കാര്യം പറയാൻ ഇപ്പൊ ഞാൻ കണ്ടതിന്റെ പേര് പറയാണ്. അത് ബാലന്റെ കാര്യം പറയാം. അത് പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ചിദംബരം ആള് ഗംഭീര ഡയറക്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മഞ്ഞുമൽ ബോയ്സ് എടുത്തേക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയ്ക്കും നല്ല കഴിവുള്ള വലിയൊരു നടൻ. പക്ഷേ ഈ ബാലൻ സിനിമ നമ്മൾ കണ്ട നല്ലൊരു ത്രില്ലർ പടമാണ്. പക്ഷേ അതായത് നല്ല കളക്ഷൻ കണ്ട ഒരു പടമാണ്. അതുകൂടെ ആദ്യം പറയാം. കാര്യം ഈ ഒരു ടൈമിന് ഇപ്പൊ യഥാർത്ഥത്തിൽ പടങ്ങള് വലിയ വലിയ പടങ്ങൾ ഇപ്പൊ ഇല്ലാത്ത ടൈമിന് ഈ നല്ല കളക്ഷൻ പറഞ്ഞ ഒരു പടമാണ് ബാലൻ. 100% കളക്ഷൻ വന്നേനെ. പക്ഷെ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചില്ല. അത് എനിക്ക് മാത്രം പേഴ്സണലി തോന്നിയതാണ്. പക്ഷെ എന്റെ സുഹൃത്തുക്കള് ഞാൻ ചോദിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, എടാ ഈ പേരും ഈ സിനിമയും തമ്മിലൊരു ബന്ധമായിട്ട് കറുത്ത ത്രില്ലറാണ്. ഈ ത്രില്ലർ പടത്തിനൊക്കെ നമ്മളൊരു പേരിടുമ്പോൾ ഒരു കടുങ്കട്ടിയായിട്ടുള്ള ഒരു ബാലൻ എന്നുള്ള പേര് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, എനിക്ക് പേഴ്സണലി ബാലൻ സിനിമ റിലീസ് ആകുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചേ ഇല്ല, ആരെയാണെന്ന് പോലും നോക്കില്ല. കാരണം നമ്മൾ ഈ അവാർഡ് പടം എന്ന് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒക്കെ പടങ്ങൾ നോക്കുമ്പോൾ അതിന്റെയൊക്കെ പേരുകൾ എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനത്തെ പേരുകളാണ്, ഒരു അവാർഡ് ടൈപ്പിലുള്ള പേരുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയുടെ പേര് ഒരു പക്ഷേ ഈ ബാലന് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ നല്ല രീതിയിൽ 2026 അല്ലെങ്കിൽ ഈ 3 മാസത്തിൽ നല്ലൊരു കളക്ഷൻ വാരേണ്ട ഒരു സിനിമയായിരുന്നു ബാലൻ എന്നുള്ളത്. ആ ടൈറ്റിലിനകത്ത് ഉള്ളൊരു പോരായ്മയാണ് ഈ പടത്തിന്റെ കളക്ഷൻ കുറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ആ പടത്തിന്റെ പേര് നോക്കിയിട്ട് പല ആൾക്കാരും, ഞാനും ഈ പേര് നോക്കിയതിന്റെ പേര് മാത്രമാണ് ആദ്യം പോവാതിരുന്നത്. പിന്നീട് എനിക്ക് ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സിലായി ഇതുമായിട്ടൊരു ബന്ധമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. കാരണം ഈ പേരെന്ന് പറഞ്ഞ സാധനം ഞാൻ എന്റെ മുന്നേ ഉള്ള വീഡിയോയ്ക്കകത്തൊക്കെ ഈ പേര് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ. പിന്നെ അതാണ് ഈ ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം ഞാൻ പറയാൻ അനന്തങ്കാട് സിനിമ ഒരു 7-8 കോടി രൂപയ്ക്കകത്ത് തീരേണ്ട ഒരു പടം. ഓക്കെ, അപ്പൊ അരുൺ ഗോപി അത്യാവശ്യം നല്ല ഇതൊക്കെ മേടിക്കുന്നതാണ്. ആ ഡയറക്ടർ രാജ്യമൊത്തമൊക്കെ ഇറക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ ബഡ്ജറ്റ്, പിന്നെ വേറെ കാര്യമുണ്ട്, ഈ മുരളീഗോപിയുടെ പടത്തിനകത്തൊക്കെ ഒരു പ്രത്യേക എന്റെ ഈ ലൂസിഫർ എമ്പുരാനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ആ പൃഥ്വിരാജ് എന്നൊരു വ്യക്തി എന്നൊരു രീതിയിലാണ്. പക്ഷെ ഈ അനന്തങ്കാടിനകത്തും ടിയാൻ എന്ന പടത്തിനകത്ത് അതായത് ഓവർ ഡയലോഗ്. പക്ഷെ ഓവർ ഡയലോഗ് ഒക്കെ ഒരു ട്രെൻഡിങ് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊന്നും മറ്റേ ഓവർ ഡയലോഗ്. പക്ഷെ ലൂസിഫറും എമ്പുരാനൊക്കെ ഡയലോഗ് കുറവാണ്. എല്ലാം അത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചൊരു പടമാണ്. അത് കാരണം അത്ര ഹിറ്റ് ആയത്, സൂപ്പർ ഹിറ്റ്, നല്ല അടിപൊളി സ്ക്രിപ്റ്റ് ആണ്, അതൊക്കെ അടിപൊളിയാണ്, കടത്തി വെക്കാൻ ഒന്നുമില്ല, നല്ല പടമാണ്. പക്ഷെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് പോരായ്മ എന്ന് പറഞ്ഞാൽ ഓവർ ഡയലോഗ് എന്ന് വെച്ചാൽ പിന്നെ ആ ഒരു സെറ്റപ്പിലാണ് ഈ പടം പോയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഓവർ ഡയലോഗ് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പകുതി കണ്ടിട്ട് ഞാൻ പോരുന്നത് കാര്യം അതാണ്. ഞാൻ അത്ര കണ്ടിരിക്കുന്നത് ഡയലോഗിന്റെ ഒരു പ്രശ്നം. അതേപോലെ തന്നെ അപ്പൊ ഈ 2 പടമായി. ഇനി ഞാൻ പറഞ്ഞ ഭീഷ്മ, അത് ഈസ്റ്റ് കോസ്റ്റ് വിജയം പണ്ട് കാസറ്റ് ഉള്ള ടൈമിൽ ആൽബം ഇറക്കുന്ന പുള്ളിക്കാരന്റെ അപ്ഡേഷൻ കുറച്ചും കൂടിയിട്ട് 2020 എത്തിയ വലിയ ഉപകാരമാണ്. അപ്പൊ അതിനകത്ത് ഒരൊറ്റ സീൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു, ബാക്കി കാണാൻ നിന്നില്ല. കാരണം അത് ആ സീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദിവ്യപിള്ള ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അമ്പലത്തിന്റെ അടുത്ത് വരും. അമ്പലത്തിന്റെ അടുത്ത് വരുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അപ്പൊ പിന്നെ അത് ഞാനിപ്പോ സ്വാഭാവികം ഒരാൾ ഉറങ്ങിപ്പോകുന്ന ഒളിച്ചോടാൻ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഫോണ് സജീവമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടം കാണിക്കുകയും ചെയ്യും. അതിന്റെ ഒരു കുറച്ച് 2 വർഷമൊക്കെ ബാക്ക് കാണിക്കുകയും ചെയ്യും. അപ്പൊ അത്ര ഗ്യാപ്പേ ഉള്ളൂ. അപ്പോ ഫോൺ അത്ര സജീവമായിരിക്കുമ്പോൾ ഒരാൾ ഇത്ര സീരിയസ് ആയിട്ട് ഒളിച്ചോടുമ്പോൾ ഒരു ഫോൺ എടുത്ത് കറക്കുന്നതിനകത്താണ് ഈ കഥ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റപ്പ് ആക്കിയത്. പക്ഷെ കുറച്ചുകൂടെ അപ്ഡേഷൻ അവിടെ വേറെ എന്തെങ്കിലും ത്രെഡായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. അപ്പം കുറച്ചുകൂടെ ഇതൊക്കെ ആവാം. അപ്പൊ ഞാനത് പടം കണ്ടപ്പം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പം പിന്നെ എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല, അവരുടെ സാഹചര്യമൊക്കെ വെച്ചിട്ടായിരിക്കാം. അതിനെക്കുറിച്ചും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. എങ്കിലും ഒരു പടമൊക്കെ എടുക്കുമ്പോൾ കുറച്ച് അപ്ഡേറ്റ്. ഇപ്പൊ അതിനകത്ത് ധ്യാൻ്റെ ഇരിക്കുന്ന ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ റിനോയുടെ 2022 ഇറങ്ങിയ വലിയ 2 ക്യാമറ വരുന്ന ഫോണാണ്. അതിന് 2 വർഷം ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഫോൺ എല്ലാവരും കയ്യിലായി. അതും അത്ര ലെവലിൽ നിൽക്കുന്ന ഒരു ടീമാകുമ്പോൾ, അപ്പൊ എന്നുവെച്ചാൽ കഥയ്ക്കകത്ത് അത്ര ലെവലിലോട്ടുള്ള ടീമാകുമ്പോൾ ഒരു ഫോൺ എടുക്കുന്ന വലിയ സംഭവമൊന്നുമല്ല. അതിനെ ഒരു മറയാക്കിയിട്ട് അതൊരു പൊട്ടക്കഥയായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. 8 കോടി രൂപ കൊണ്ട് മടക്കി. അയാളുടെ പൈസ അയാൾ ഡയറക്റ്റ് ചെയ്ത് ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, സ്വന്തം പൈസ എന്ന് പറഞ്ഞ് ആരും എടുത്തിട്ട് കളയത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോ ഇപ്പം കുറച്ച് ദിവസമായി വേണ്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ എന്നെ വന്ന് ആൾക്കാർ ഇതിന് മുന്നത്തെ വീഡിയോയ്ക്കകത്തൊക്കെ നന്നായിട്ട് കമന്റിനകത്ത് തെറി, തന്തയ്ക്ക് വിളി, വർഗീയ പറച്ചില്, അപ്പൊ ഒരു പടത്തിന് സപ്പോർട്ട് ചെയ്തതിൽ വർഗീയ പറച്ചിൽ എന്നൊക്കെ പറയുന്നത്
ഞാൻ ഈ വർഗീയത പറയുന്നവര് അവന്റെ ഉള്ളിൽ വർഗീയത ഉണ്ടാകണ്ട. എന്റെ കൂട്ടത്തിൽ വർഗീയത സംസാരിക്കുന്നവനുമില്ല. വർഗീയതയായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലും വർഗീയത ആളെ ഞാൻ അടുപ്പിക്കാറുമില്ല. പിന്നെ ഈ വർഗീയത പറയുന്ന ചേട്ടന്മാരെടുത്തോ അല്ലെങ്കിൽ അനിയന്മാരെടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഞാൻ അവിടുത്തെ ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ കുടുംബത്തോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ ബ്ലഡ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം രക്തത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ള 1000 പേരെ നിരക്കി നിർത്തി എന്ന് പറഞ്ഞാലും ആ ബ്ലഡ് ബാങ്കിൽ ഇരിക്കുന്ന അവിടെ സ്റ്റോക്കുള്ള സാധനം എടുത്തിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ഓരോരുത്തരുടെ ശരീരത്തിൽ നമ്മുടെ കുടുംബത്തൊക്കെ ഓടുന്ന പല ആൾക്കാരും പല ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല ബ്ലഡ് എടുക്കുന്നത്. അപ്പൊ അതുകൂടെ ഓർത്ത് വെച്ചിട്ട് വേണം ഈ കമന്റുകളൊക്കെ അടിക്കാൻ. അങ്ങനെയുള്ളവരെ നമ്മൾ അടുപ്പിക്കാറുമില്ല, വർഗീയത പറയുന്നവരെ മൈൻഡ് ചെയ്യാറുമില്ല. അപ്പൊ ഞാനിത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. കാര്യം അത്രയ്ക്കും കമന്റുകളാണ്. ഞാൻ ഒരു 286 കമന്റിനകത്ത് 200 എണ്ണവും എന്നെ ഇതേപോലെ വർഗീയമാക്കുക. എന്ത് വേണമെങ്കിലും നീ വേണമെങ്കിൽ ചീത്ത വിളിച്ചോ, തെറി വിളിച്ചോ, പക്ഷെ വർഗീയവാദിയാക്കരുത്. വർഗീയത എന്ന് പറഞ്ഞ സാധനം 7 അയലത്തോടെ പോകുന്നത്. അങ്ങനെ പറയുന്നവനെ കൊല്ലാനുള്ള കലിപ്പുണ്ട് നമുക്ക്. കാരണം അത് ശരിയല്ല. അത് മനുഷ്യനാവണം, ഹ്യൂമൻ. ഓക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ വർഗീയത പറഞ്ഞ ചേട്ടന്മാരുടെ ഞാൻ പറഞ്ഞാണ്, ഒന്നും നമ്മൾ കമന്റോ അല്ലെങ്കിൽ ഇത് സാധനമൊക്കെ വിടുമ്പോൾ ഒരിക്കലും വർഗീയതയായിട്ട് വരുത്തത്. നീ വേണമെങ്കിൽ എന്നെ രണ്ട് തെറി വിളിച്ചു, അതുപോലെ എന്ത് വേണമെങ്കിലും വിളിച്ചു, പക്ഷെ വർഗീയത അത് നമ്മൾ വെച്ച് ഉറപ്പിക്കത്തുമില്ല. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അപ്പം ഓക്കെ, ബൈ.